കൊല്ലം ചടയമംഗലത്ത് കിണറ്റിലെ മോട്ടോർ മോഷ്ടിച്ച് വിൽപ്പന നടത്തിയ കേസിലെ പ്രതി ചടയമംഗലം പോലീസിന്റെ പിടിയിൽ. അഞ്ചൽ കോമളം സ്വദേശി ഷിജുവിനെയാണ് പോലീസ് പിടികൂടിയത്. തിരുവനന്തപുരം വെള്ളനാട് വീടിന്റെ ടെറസിൽ നിന്ന് വീണ് ചുമട്ടുതൊഴിലാളി മരിച്ചു. കുളക്കോട് സ്വദേശി രാജേന്ദ്രൻ നായരാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാത്രി 8:30-ഓടെയാണ് അപകടം. തിരുവനന്തപുരത്ത് ജില്ലാ പഞ്ചായത്തിന്റെ അനാസ്ഥയ്ക്കെതിരെ വാഴ നട്ട് പ്രതിഷേധം തോട്ടുമുക്ക് ആനപ്പട്ടി റോഡ് ഗതാഗത യോഗ്യമാക്കാത്തതിനെ തുടർന്ന്. DCC ജനറൽ സെക്രട്ടറി തോട്ടുമുക്ക് അൻസാർ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ ബജറ്റ് സ്ത്രീ വിരുദ്ധമാണെന്ന് ആരോപിച്ച് തിരുവനന്തപുരത്ത് മഹിളാ അസോസിയേഷന്റെ പ്രതിഷേധം. നെടുമങ്ങാട് നടന്ന പ്രതിഷേധം കേന്ദ്ര കമ്മിറ്റി അംഗം MG മീനാംബിക ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ജില്ലയിലെ രണ്ടാമത്തെ KSRTCയുടെ ഡ്രൈവിംഗ് സ്കൂൾ പ്രവർത്തനം ആരംഭിക്കും. CMD പ്രമോദ് ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം ഡിപ്പോയിലെത്തി സ്ഥല സൗകര്യങ്ങൾ പരിശോധിച്ചു. തിരുവനന്തപുരം കാട്ടാക്കട അഞ്ചുതെങ്ങിൽ കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നതായി പരാതി. അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് ആക്ഷേപം. പാലക്കാട് പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗം നടന്നു. മുഹമ്മദ് മുഹസി MLA അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ഗതാഗതവും തെരുവുനായ ആക്രമണങ്ങളും ചർച്ചയായി. ആലപ്പുഴ ഹരിപ്പാട് പൊത്തപ്പള്ളി KKKVM സ്കൂളിന്റെ 65ാമത് വാർഷികവും സാംസ്കാരിക സമ്മേളനവും ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TS താഹ ഉദ്ഘാടനം ചെയ്തു. SLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. പാലക്കാട് കല്ലടത്തൂർ ഗോഖലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 111ാം വാർഷികം ആഘോഷിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം പൊന്നാനിയിൽ പെണ്ണിടം വനിതാ സാംസ്കാരികോത്സവത്തിന് സമാപനമായി. പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. തൃശൂർ പാവറട്ടി ദേവസൂര്യ ഗ്രാമീണ ചലച്ചിത്രോത്സവ ദശാബ്ദി മേളയ്ക്ക് ബുധനാഴ്ച തുടക്കമാകും. ദേവസൂര്യ കലാവേദി ആൻഡ് പബ്ലിക് ലൈബ്രറിയും ജനകീയ ചലച്ചിത്രവേദിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മേള ഫെബ്രുവരി 7-ന് അവസാനിക്കും. ആലപ്പുഴ ഇരമല്ലിക്കര ശ്രീ അയ്യപ്പ കോളേജിൽ അന്താരാഷ്ട്ര ചലച്ചിത്രമേള ഹുറയുടെ 4ാം പതിപ്പ് സംഘടിപ്പിക്കും. ഇംഗ്ലീഷ് ആൻഡ് മീഡിയ സ്റ്റഡീസ് വിഭാഗവും കേരള ചലച്ചിത്ര അക്കാദമിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ചലച്ചിത്രമേള സംവിധായകൻ ജിയോ ബേബി ഉദ്ഘാടനം.